ഹായ് എവരി വൺ. ഫ്ലൂയിഡ് മെഷീനറി വീഡിയോ ലെക്ചർ സീരീസിലെ അടുത്ത ടോപ്പിക്കിലേക്ക് സ്വാഗതം. നമ്മൾ ഇനി എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് എയർ കംപ്രസറിനെ കുറിച്ചായിരിക്കും. അതിൽ തന്നെ റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസർ അതിനെക്കുറിച്ചായിരിക്കും നമ്മൾ ഈ വീഡിയോ സീരീസ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകൾ ടർബൈൻസ് ആൻഡ് പമ്പ്സ് ഇതൊക്കെയായിരുന്നു. അതിൽ തന്നെ പമ്പ്സ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒന്ന് ഓർത്ത് നോക്കാം. Pumps are classified as rotodynamic and positive displacement pumps. ഓക്കെ, അതിൽ തന്നെ റോട്ടോഡൈനാമിക് പമ്പ്സിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് സെൻട്രിഫ്യൂഗൽ പമ്പായിരുന്നു. അതുപോലെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് റെസിപ്രോക്കേറ്റിംഗ് പമ്പായിരുന്നു. ഇതേപോലെ തന്നെയാണ് നമ്മുടെ കംപ്രസർ, എയർ കംപ്രസറിൻ്റെ ക്ലാസിഫിക്കേഷൻ. അതിന് മുൻപായിട്ട് ഇനി എന്താണ് കംപ്രസർ എന്ന് പറയാം. കംപ്രസർ ഒരു കംപ്രസിബിൾ ഫ്ലൂയിഡിനെ കംപ്രസ് ചെയ്ത് അതിൻ്റെ പ്രഷർ കൂട്ടുന്ന ഒരു എക്വിപ്മെൻ്റ് ആണ്. ഓക്കെ, ഹൈ പ്രഷറിലേക്ക് ലോ പ്രഷറിൽ നിന്ന് ഹൈ പ്രഷറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു എക്വിപ്മെൻ്റ് ആണ്. ഇനി അവിടുത്തെ വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എയർ ആയിരിക്കും. അവിടെ നമുക്ക് വാട്ടർ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം കംപ്രസറിൽ കംപ്രസ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഫ്ലൂയിഡെ നമ്മൾ യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് എയർ ആയിരിക്കും നമ്മൾ അവിടുത്തെ വർക്കിംഗ് ഫ്ലൂയിഡായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പമ്പിൽ നമ്മൾ ചെയ്തത് ഇതേപോലെ തന്നെയായിരുന്നു. വാട്ടറിൻ്റെ പ്രഷർ കൂട്ടിയിട്ട് അതിനെ പമ്പ് ചെയ്യുമായിരുന്നു. ഇവിടെ കംപ്രസറിൽ എയറിൻ്റെ പ്രഷർ കൂട്ടിയിട്ട് നമ്മൾ കംപ്രസ്ഡ് എയർ ഉണ്ടാക്കുന്നു. അതിന് മറ്റ് പല ആവശ്യങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ ആപ്ലിക്കേഷനിലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് കംപ്രസ്ഡ് എയർ വെച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും എയർ കംപ്രസേഴ്സ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി എയർ കംപ്രസറിൻ്റെ പോയിൻറ്റ്സ് നോക്കാം. നമ്മളിപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് കുറച്ചൊക്കെ. എയർ കംപ്രസേഴ്സ് ആർ യൂസ്ഡ് ടു കംപ്രസ് ദ എയർ ആൻഡ് ടു റൈസ് ഇറ്റ്സ് പ്രഷർ. എയർ കംപ്രസർ സക്സ് ദ എയർ ടു ദി സിലിണ്ടർ ഫ്രം ദി അറ്റ്മോസ്ഫിയർ. കൂടുതലും സിലിണ്ടർ അല്ലെങ്കിൽ കേസിങ് അതുപോലെ എന്തെങ്കിലും ഒരു സിസ്റ്റം വെച്ചിട്ടായിരിക്കും എയർ കംപ്രസർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എയർ കംപ്രസർ സിലിണ്ടറിലോ അല്ലെങ്കിൽ കേസിങ്ങിലേക്കോ സക്ഷൻ ചെയ്ത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് സക്ഷൻ ചെയ്തിട്ടാണ് നമ്മൾ ഹൈ പ്രഷറിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, ഇത് കംപ്രസസ് ആൻഡ് ഡെലിവേഴ്സ് ദ സെയിം അണ്ടർ ഹൈ പ്രഷർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കംപ്രസറിൻ്റെ മെയിൻ പോയിന്റ്സ് ആയിട്ട് നമുക്ക് പറയാറുള്ളത്. ഇനി ആപ്ലിക്കേഷൻസ് ആണ് മെയിനായിട്ട് നോക്കുന്നത്. ആപ്ലിക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻഫ്ലേറ്റ് ഓട്ടോമൊബൈൽ ടയേഴ്സ്. നമ്മുടെ കാറിൻ്റെ, ബൈക്കിൻ്റെ അല്ലെങ്കിൽ ഹെവി ഡ്യൂട്ടി വെഹിക്കിൾസിൻ്റെ ഒക്കെ ടയർ, ഈവൻ സൈക്കിളിൻ്റെ അടക്കം ടയറിൽ നമ്മൾ കാറ്റാണ് നിറയ്ക്കുന്നത്, അല്ലേ, എയറാണ് നിറയ്ക്കുന്നത്. സോ നമ്മൾ ഒരു സർവീസ് സെൻറ്ററിൽ പോയി ടയർ നിറയ്ക്കുകയാണെങ്കിൽ അവിടെ കംപ്രസ്ഡ് എയർ ഒരു സിലിണ്ടറിൽ, ഒരു വലിയൊരു സിലിണ്ടറിൽ അത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ കംപ്രസ്ഡ് എയർ വെച്ചിട്ടായിരിക്കും നമ്മൾ ടയറിന് എയർ അടിക്കുന്നത് അല്ലെങ്കിൽ ഇൻഫ്ലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അവിടെ ഒരു മെയിൻ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ ടു ഇഞ്ചക്ട് ഫ്യുവൽ ഇൻ എയർ ഇഞ്ചക്ഷൻ ഡീസൽ എൻജിൻസ്. എയർ ഇഞ്ചക്ഷൻ ഡീസൽ എൻജിൻസിൽ കംപ്രസ്ഡ് എയറിനെ ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് കംപ്രസേഴ്സ് യൂസ് ചെയ്യാം. ദെൻ യൂസ്ഡ് ഫോർ സ്പ്രേ പെയിൻറ്റിങ്. ഇതും നമ്മൾ കേട്ടുപരിചയമുള്ള ഒരു ആപ്ലിക്കേഷനാണ്. സ്പ്രേ പെയിൻറ്റിങ്ങിൽ നമ്മുടെ പെയിൻറ്റ് സ്പ്രേ പോലെ ആക്കാനായിട്ട് നമ്മൾ കംപ്രസ്ഡ് എയറാണ് യൂസ് ചെയ്യുന്നത്. കംപ്രസ്ഡ് എയറും സ്പ്രേയും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ഓപ്പണിംഗ് വഴിക്ക് പാസ് ചെയ്യുമ്പോൾ ആണ് നമുക്ക് ഈ സ്പ്രേ പോലെ നമുക്ക് പെയിൻറ്റ് കിട്ടുന്നത്. ഓക്കെ, ടു ഓപ്പറേറ്റ് ന്യൂമാറ്റിക് സർക്യൂട്ട്സ്. നമുക്കറിയാം ടർബൈൻസിലും പമ്പ്സിലൊക്കെ നമ്മൾ ഹൈഡ്രോളിക് ടർബൈനും ഹൈഡ്രോളിക് പമ്പുകളാണ് ഇതുവരെ പഠിച്ചത്. അതിൽ വാട്ടർ ആയിരുന്നു വർക്കിംഗ് ഫ്ലൂയിഡ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേര് ഹൈഡ്രോളിക് എക്വിപ്മെൻറ്റ്സ് എന്നായിരുന്നു. അതേപോലെ ഇവിടെ എയറിൻ്റെ കേസിൽ നമ്മൾ ന്യൂമാറ്റിക് എന്നാണ് പറയുക. അതുകൊണ്ട് ന്യൂമാറ്റിക്, അതായത് എയർ വെച്ച് വർക്ക് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സിന് ന്യൂമാറ്റിക് എക്യുപ്മെൻറ്റ്സ് എന്നും അതിൻ്റെ സർക്യൂട്ട്സിനെ ന്യൂമാറ്റിക് സർക്യൂട്ട്സ് എന്നും നമ്മൾ പറയുന്നു. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ എയർ കംപ്രസേഴ്സ് അല്ലെങ്കിൽ കംപ്രസ്ഡ് എയറിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ദെൻ ടു സ്റ്റാർട്ട് IC എൻജിൻസ് ആൻഡ് ഫോർ സൂപ്പർ ചാർജിങ്. സൂപ്പർ ചാർജിങ് എന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് IC എൻജിൻസിലാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. IC എൻജിനിൽ നമ്മൾ എയർ ഇൻടേക്ക് ചെയ്യുന്നുണ്ട്, അല്ലേ, എൻജിൻ്റെ ഉള്ളിലേക്ക്, എൻജിൻ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക്. ആ എയർ കംപ്രസ് ചെയ്തിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് പവർ സ്റ്റോക്ക് കിട്ടുന്നത്, നമുക്കറിയാം. സോ ഓൾറെഡി നമ്മൾ സക്ഷൻ ചെയ്യുന്നത് കംപ്രസ്ഡ് എയർ ആണെങ്കിൽ നമുക്ക് വർക്ക് ഡൺ എന്ന് പറയുന്നത്, അതായത് അല്ലെങ്കിൽ നമ്മുടെ കമ്പസ്റ്റൻ പ്രോസസ്സ് എന്ന് പറയുന്നത് സ്മൂത്ത് ആയിരിക്കും, വർക്ക് ഡൺ കുറച്ചും കൂടുതൽ കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ എഫിഷ്യൻസി, എൻജിൻ എഫിഷ്യൻസിയും കൂടും. ഓക്കെ, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന എക്വിപ്മെൻറ്റിൻ്റെ പേര് സൂപ്പർ ചാർജർ എന്നായിരിക്കും. അപ്പോൾ സൂപ്പർ ചാർജർ ബേസിക്കലി ഒരു എയർ കംപ്രസറാണ്. അത് അറ്റ്മോസ്ഫിയറിക് എയറിനെ ഡയറക്റ്റ് സക്ഷൻ ചെയ്ത് കംപ്രസ് ചെയ്തിട്ടാണ് എൻജിനിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, അവിടെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കാണാം. പിന്നീട് ഗ്യാസ് ടർബൈൻ പ്ലാന്റ്സ്. ഗ്യാസ് ടർബൈൻ പ്ലാന്റ്സിൽ നല്ലൊരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. കാരണം ഗ്യാസ് ടർബൈൻസിൻ്റെ കോമ്പണൻസ് എടുത്താൽ രണ്ട് ടൈപ്പ് ഗ്യാസ് ടർബൈൻസ് ഉണ്ട്. ഓപ്പൺ ടൈപ്പ് ഉണ്ട്, ക്ലോസ്ഡ് ടൈപ്പ് ഉണ്ട്.
ഓപ്പൺ ടൈപ്പ് അതിൽ വരുന്ന കോമ്പണൻസ് എന്ന് പറയുന്നത് കമ്പഷൻ ചേമ്പർ, ടർബൈൻ. ഇതാണ് ഓപ്പൺ ടൈപ്പ് ഗ്യാസ് ടർബൈൻ പ്ലാന്റ്സിൽ വരുന്നത്. ഇനി ക്ലോസ്ഡ് ടൈപ്പ് ആയാൽ ഈ പറഞ്ഞ കമ്പഷൻ ചേമ്പർ, ടർബൈൻ, ദെൻ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ കൂടി ഉണ്ടാവും. എന്തായാലും രണ്ട് ടൈപ്പിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കോമ്പണൻ്റ് ആണ് കംപ്രസർ. ഓക്കെ. ദെൻ ഫോർ ക്ലീനിങ് പർപ്പസിന് വേണ്ടി നമുക്ക് കംപ്രസ്ഡ് എയർ യൂസ് ചെയ്യാം. ഈ കംപ്രസ്ഡ് എയറിനെ നമ്മളൊരു ഓപ്പണിംഗ് വഴിക്ക് കടത്തി വിട്ടാൽ നമുക്ക് ഹൈ പ്രഷറിൽ അല്ലെങ്കിൽ ഹൈ വെലോസിറ്റിയിൽ പോകുന്ന ഒരു എയർ ജെറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ എയർ ജെറ്റ് വെച്ചിട്ട് നമുക്ക് ഡസ്റ്റ് ഉള്ള ഭാഗത്തൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും. ഹാൻഡ് ഹെൽഡ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇതുപോലെ ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ട്. ദെൻ ഫോർ പ്രോസസ്സിങ് ഫുഡ് ആൻഡ് ഫാം മെയിൻ്റനൻസിനും ഫുഡ് പ്രോസസ്സിങ്ങിനായിട്ട് കംപ്രസ്ഡ് എയർ നമുക്ക് യൂസ് ചെയ്യാം. കംപ്രസ്ഡ് എയർ വെച്ചിട്ട് നമുക്ക് ഫുഡ് കേടുകൂടാതെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, പ്രോസസ്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത്രയാണ് അപ്ലിക്കേഷൻസ് നമുക്ക് പറയാനുള്ളത്. ഇനി ക്ലാസിഫിക്കേഷനാണ് പറയാനുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു പമ്പിൻ്റെ ക്ലാസിഫിക്കേഷൻ പോലെ തന്നെ അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ആദ്യം പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് കംപ്രസേഴ്സ്. അതിൽ എക്സാമ്പിളായിട്ട് വരുന്നത് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ ആൻഡ് റോട്ടറി കംപ്രസർ. ഓക്കെ, അതിൽ റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസർ ആയിരിക്കും നമ്മൾ ഈ വീഡിയോ സീരീസിൽ ഇപ്പോൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത്. റോട്ടറി കംപ്രസേഴ്സ് നമ്മൾ പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ദെൻ ഡൈനാമിക് കംപ്രസേഴ്സിൽ എക്സാമ്പിളായിട്ട് വരുന്നത് സെൻട്രിഫ്യൂഗൽ എയർ കംപ്രസർ ആൻഡ് ആക്സിയൽ ഫ്ലോ കംപ്രസേഴ്സ്. ഇതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് രണ്ട് സെപ്പറേറ്റ് ടോപ്പിക്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. സെൻട്രിഫ്യൂഗൽ കംപ്രസേഴ്സും ആക്സിയൽ ഫ്ലോ കംപ്രസേഴ്സ്. ദെൻ അക്കോർഡിംഗ് ടു ദി ആക്ഷൻ രണ്ട് രീതിയിലാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. സിംഗിൾ ആക്ടിങ് ആൻഡ് ഡബിൾ ആക്ടിങ്. ഇത് നമ്മൾ പമ്പിൽ പഠിച്ചിട്ടുള്ളതാണ്. റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ കേസിൽ സിംഗിൾ ആക്ടിങ്, ഡബിൾ ആക്ടിങ് എന്ന് പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസറിൻ്റെ കേസിലും വരുന്നത്. സിംഗിൾ ആക്ടിങ്ങും ഡബിൾ ആക്ടിങ്ങും ഉണ്ടായിരിക്കും. അക്കോർഡിംഗ് ടു ദി നമ്പർ ഓഫ് സ്റ്റേജസ്, എത്ര സ്റ്റേജസിലാണ് നമ്മൾ കംപ്രഷൻ ചെയ്യുന്നത് അതനുസരിച്ച് സിംഗിൾ സ്റ്റേജ്, മൾട്ടി സ്റ്റേജ്. ഓക്കെ, സിംഗിൾ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ സിലിണ്ടർ വെച്ചിട്ടാണ് കംപ്രഷൻ നടക്കുന്നത്. മൾട്ടി സ്റ്റേജ് ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ സിലിണ്ടേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ കംപ്രഷൻ പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഹൈ പ്രഷർ ആയിരിക്കും നമുക്ക് കിട്ടുക മൾട്ടി സ്റ്റേജ് കംപ്രഷൻ ആണെങ്കിൽ. ഓക്കെ, സോ വെരി ഹൈ പ്രഷേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൾട്ടി സ്റ്റേജ് യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. അക്കോർഡിംഗ് ടു ദി മെത്തേഡ് ഓഫ് കൂളിംഗ്, അതായത് ഇത് കൂടുതൽ മൾട്ടി സ്റ്റേജസിലാണ് ഈ കൂളിംഗ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഹൈ പ്രഷറിലേക്ക് നമ്മൾ കംപ്രസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഹൈ ടെമ്പറേച്ചറും ഉണ്ടാവും. കംപ്രഷൻ പ്രോസസ്സിൽ എപ്പോഴും പ്രഷർ കൂടും, ടെമ്പറേച്ചർ കൂടും, വോളിയം ചെറുതാവും അല്ലേ. സോ ആ ടെമ്പറേച്ചർ വാല്യൂ, ഇൻക്രീസ് ചെയ്ത ടെമ്പറേച്ചർ വാല്യൂ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂളിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. കാരണം ടെമ്പറേച്ചർ വാല്യൂ വളരെ ഹൈ ആയാലും നമുക്ക് ഈ കംപ്രസ്ഡ് എയറിനെ പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റില്ല. ഓക്കെ, അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ വളരെ കോസ്റ്റ്ലി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടെമ്പറേച്ചർ കുറയ്ക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. അതുകൊണ്ട് നമ്മൾ കൂളിംഗ് പ്രോസസ്സുകൾ ഓപ്റ്റ് ചെയ്യുന്നു. രണ്ട് രീതിയിലാണ് കൂളിംഗ് ഉള്ളത്, എയർ കൂൾഡ്, വാട്ടർ കൂൾഡ്. ഓക്കെ, സോ ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ. ഇനിയുണ്ട് ക്ലാസിഫിക്കേഷൻ, രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അക്കോർഡിംഗ് ടു ദി നമ്പർ ഓഫ് സിലിണ്ടേഴ്സ്, സിംഗിൾ സിലിണ്ടർ ആണെങ്കിൽ സിംപ്ലക്സ്, ഡബിൾ സിലിണ്ടർ ആണെങ്കിൽ ഡ്യൂപ്ലക്സ്, 3 സിലിണ്ടർ ആണെങ്കിൽ ട്രിപ്ലക്സ്. ഓക്കെ, അക്കോർഡിംഗ് ടു പവർ ഡ്രൈവ്. ഇനി പമ്പ് വർക്ക് ചെയ്യുന്ന ഇലക്ട്രിക് മോട്ടോർ വെച്ചിട്ടാണ്. ഒരു ഇലക്ട്രിക് മോട്ടോറിൽ അതിൻ്റെ ഷാഫ്റ്റ് നമ്മൾ പമ്പിൻ്റെ ഷാഫ്റ്റായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പമ്പിൽ വർക്ക് ചെയ്യുന്നത് അല്ലേ. അതേപോലെ തന്നെയാണ് എയർ കംപ്രസറും വർക്ക് ചെയ്യുന്നത്. എയർ കംപ്രസറിനും നമുക്ക് ഒരു ഇലക്ട്രിക് മോട്ടോർ ഉണ്ടായിരിക്കും. ആ ഇലക്ട്രിക് മോട്ടോർ ഡയറക്റ്റ് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള പവർ ട്രാൻസ്മിഷൻ ഡിവൈസുകൾ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ആ ട്രാൻസ്മിഷൻ ഡിവൈസിനാണ് നമ്മൾ പവർ ഡ്രൈവ് എന്ന് വിളിക്കുന്നത്. സോ ഡയറക്റ്റ് ഡ്രൈവ്, ഇലക്ട്രിക് മോട്ടോർ ഡയറക്റ്റ് നമ്മുടെ കംപ്രസറിൻ്റെ ഷാഫ്റ്റിലേക്ക് കണക്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ ബെൽറ്റ് ഡ്രൈവ് വെച്ചിട്ട് രണ്ട് ഷാഫ്റ്റുകളും ബെൽറ്റ് വെച്ചിട്ട് കണക്ട് ചെയ്ത് പവർ ട്രാൻസ്മിഷൻ നടത്താം. അല്ലെങ്കിൽ ചെയിൻ ഡ്രൈവ് വെച്ചിട്ടും നടത്താം. ഓക്കെ, ബെൽറ്റിന് പകരം ചെയിൻ യൂസ് ചെയ്യും. ഇനി സ്പെസിഫിക് ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ക്ലാസിഫിക്കേഷൻ നടത്താം. റോക്ക് ഡ്രിൽ കംപ്രസേഴ്സ്, പാറ പൊട്ടിക്കുന്ന മെഷീൻസ് ഉണ്ട്, അവിടെ ഉപയോഗിക്കുന്ന ടൈപ്പ് കംപ്രസേഴ്സാണ് റോക്ക് ഡ്രിൽ കംപ്രസേഴ്സ്. ഓക്കെ, പാറയിലൊക്കെ ഡ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കംപ്രസർ യൂസ് ചെയ്യും. ദെൻ ന്യൂമാറ്റിക് ലാൻഡ് ടൂൾ കംപ്രസേഴ്സ്. ഓക്കെ, നമുക്ക് മണ്ണ് ഇളക്കി മറിക്കാനായിട്ടുള്ള ചില ന്യൂമാറ്റിക് ലാൻഡ് ടൂൾസ് ഉണ്ട്, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സ്പ്രേ പെയിൻറ്റിങ് കംപ്രസേഴ്സ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദെൻ ട്രെഞ്ച് ഡിഗ്ഗിങ് കംപ്രസേഴ്സ്, ട്രെഞ്ച് ഡിഗ് ചെയ്യാനൊക്കെ ആയിട്ട് എയർ കംപ്രസേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഫൈനലി സാൻഡ് ബ്ലാസ്റ്റിംഗ് കംപ്രസേഴ്സ്. സാൻഡ് ബ്ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു മാനുഫാക്ചറിങ് പ്രോസസ്സ് ഉണ്ട്, അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കംപ്രസേഴ്സ് ഉണ്ട്, അതിനാണ് സാൻഡ് ബ്ലാസ്റ്റിംഗ് കംപ്രസേഴ്സ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് ക്ലാസിഫിക്കേഷൻ പറയാനുള്ളത്.
ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് സിംഗിൾ ആക്ടിങ് ആൻഡ് ഡബിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസേഴ്സ്. എന്താണ് വ്യത്യാസം എന്ന് നോക്കാം. ഇനി നമ്മൾ ഡയറക്റ്റ് റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസറിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് സിംഗിൾ ആക്ടിങ് ആണ്. സിംഗിൾ ആക്ടിങ് കംപ്രസറിൻ്റെ ഡയഗ്രാം കാണിച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഡയഗ്രാം നോക്കാം. ഇവിടെ നമുക്ക് ഒരു സിംഗിൾ സിലിണ്ടർ ഉണ്ട്. ഓക്കെ, ഒരു സിംഗിൾ സിലിണ്ടർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആ സിംഗിൾ സിലിണ്ടറിൽ ഒരു പിസ്റ്റൺ അറേഞ്ച്മെൻ്റ് ഉണ്ട്. പിസ്റ്റൺ റോഡ് കാണാം. അതേപോലെ പിസ്റ്റൺ റോഡും നമുക്ക് ഇവിടെ ഒരു കണക്റ്റിംഗ് റോഡ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ക്രാങ്കും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ക്രാങ്ക് ആയിരിക്കും നമ്മുടെ ഇലക്ട്രിക് മോട്ടോർ വെച്ച് റൊട്ടേറ്റ് ചെയ്യുന്നത്. ക്രാങ്ക് റിവോൾവ് ചെയ്യുന്ന പാത്താണ് കാണിച്ചിട്ടുള്ളത്. സോ ക്രാങ്ക് റിവോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ കണക്റ്റിംഗ് റോഡ് പിസ്റ്റണെ പിടിച്ച് വലിക്കും. ഓക്കെ, സോ പിസ്റ്റൺ ടു ആൻഡ് ഫ്രോ മോഷൻ, അതായത് ക്രാങ്ക് റൊട്ടേറ്റ് തിരിഞ്ഞ് വരുമ്പോൾ പിസ്റ്റൺ അതേപോലെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യും. ക്രാങ്കിൻ്റെ റൊട്ടേഷനാണ് നമ്മൾ പിസ്റ്റൻ്റെ മൂവ്മെൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ നമ്മൾ എയർ ഇൻടേക്ക് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിൽ നിന്നാണ്. 2 വാൽവ് വഴിക്കാണ്. അതിൽ ഒരു വാൽവ് സക്ഷൻ വാൽവ്, മറ്റേ വാൽവ് എന്ന് പറയുന്നത് ഡെലിവറി വാൽവ്. അപ്പോൾ ഇത് സക്ഷൻ വാൽവ് എന്ന് വിചാരിക്കാം, ഇത് ഡെലിവറി വാൽവ് ആയിരിക്കും. സക്ഷൻ വാൽവ് വഴിക്ക് വന്ന എയർ എന്ന് പറയുന്നത് നോക്കാം, അത് പിസ്റ്റണിൻ്റെ ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ. അതായത് പിസ്റ്റൻ്റെ ലെഫ്റ്റ് സൈഡിൽ മാത്രമേ എയർ ഉള്ളൂ, ഇവിടെ മാത്രമേ എയർ ഉള്ളൂ. സോ അങ്ങനത്തെ ആ ഒരു കണ്ടീഷനിലുള്ള കേസാണ് സിംഗിൾ ആക്ടിങ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഈ സൈഡിൽ നമുക്ക് എയർ ഇല്ല. ഓക്കെ, സോ സിംഗിൾ സൈഡിൽ വരുമ്പോൾ സിംഗിൾ ആക്ടിങ്. ഇനി നോക്കുക, ഇവിടെ y എന്ന് പറഞ്ഞ ഒരു പാരാമീറ്റർ, y = 1 ആയിരിക്കും സിംഗിൾ ആക്ടിങ്ങിൻ്റെ കേസിൽ വരുന്നത്. അപ്പോൾ y = 1 സൈക്കിൾ പെർ റെവല്യൂഷൻ. അതായത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഒരു കംപ്ലീറ്റ് റെവല്യൂഷനിൽ ഒരു സൈക്കിളേ നമുക്ക് കിട്ടുള്ളൂ സിംഗിൾ ആക്ടിങ്ങിൽ. അണ്ടർസ്റ്റുഡ്? അതായത് ഒരു കംപ്ലീറ്റ് റെവല്യൂഷനിൽ സക്ഷൻ, അതായത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പിസ്റ്റൺ മൂവ് ചെയ്തത് സക്ഷൻ ആയിരിക്കും. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പിസ്റ്റൺ മൂവ് ചെയ്താൽ ഡെലിവറി ആയിരിക്കും. ഇതാണ് ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ. ഇതാണ് ഒരു കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? ഇനി നമുക്ക് അടുത്ത കേസ് നോക്കാം. ഡബിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിൽ പിസ്റ്റണിൻ്റെ 2 സൈഡിലും, അതായത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമുക്ക് ഡയഗ്രാം നോക്കാം കേട്ടോ. ഈ സിലിണ്ടറിൽ പിസ്റ്റൺ അറേഞ്ച്മെൻറ്റ് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമുക്ക് എയർ ഉള്ളതായിട്ട് കാണാം. ഓക്കെ, ഇവിടെ നമുക്ക് y വാല്യൂ എന്ന് പറയുന്നത് 2 ആയിരിക്കും. കാരണം നമുക്കിപ്പോൾ സക്ഷൻ നടക്കുന്ന സമയത്ത്, അതായത് പിസ്റ്റൺ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് സിലിണ്ടറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ സക്ഷൻ ആയിരിക്കും നടക്കുക. ആ സമയത്ത് റൈറ്റ് സൈഡിൽ ഓൾറെഡി നേരത്തെ സക്ഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന എയറിനെ കംപ്രസ് ചെയ്ത് ഡെലിവറി ചെയ്യും. ഓക്കെ, അപ്പോൾ സക്ഷൻ നടക്കുന്ന സമയത്ത് ഞാൻ കംപ്രഷനും ഡെലിവറിയും അപ്പുറത്തെ സൈഡിൽ നടക്കും. അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ സക്ഷൻ നടക്കുന്ന സമയത്ത് ഇപ്പുറത്തെ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കംപ്രഷനും ഡെലിവറിയും നടക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇഫക്റ്റീവ്ലി നമുക്ക് 2 സൈക്കിൾസ്, 2 സക്ഷനും 2 ഡെലിവറിയും. അപ്പോൾ ഒരേ സൈഡിൽ തന്നെ സക്ഷനും ഡെലിവറിയും കിട്ടും. അതേപോലെ തന്നെ അപ്പുറത്തും സക്ഷൻ ഡെലിവറിയും കിട്ടും. ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ ഓഫ് ദ ക്രാങ്കിൻ്റെ കേസ് എടുത്താൽ. ഓക്കെ, ക്രാങ്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു റെവല്യൂഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 സൈക്കിൾസ് ഇവിടെ കിട്ടും. അതുകൊണ്ടാണ് y = 2 നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഈ വാല്യൂ നമുക്ക് നമ്മളതിൻ്റെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുന്ന സമയത്ത് ഈ വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ്, y എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. നെക്സ്റ്റ്, സിംഗിൾ സ്റ്റേജ് മൾട്ടി സ്റ്റേജ് കംപ്രസേഴ്സ് നോക്കാം. സിംഗിൾ സ്റ്റേജ് കംപ്രസർ ഡയഗ്രാം കണ്ടാൽ നമുക്ക് മനസ്സിലാവും, അത് സിംഗിൾ സിലിണ്ടർ ഉള്ള കേസാണ്. അതായത് ഒരു ഇനീഷ്യൽ പ്രഷറിൽ നിന്നും ഒരു ഫൈനൽ പ്രഷറിലേക്ക് നമ്മൾ ഒരൊറ്റ സിലിണ്ടർ വെച്ചിട്ട് കംപ്രസ് ചെയ്യുന്നു. അതാണ് സിംഗിൾ സ്റ്റേജ് കംപ്രഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടി വലിയൊരു പ്രഷറിലേക്ക് അതിനെ കംപ്രസ് ചെയ്യുമെന്ന് വിചാരിക്കാം. അതായത് ഇനീഷ്യൽ പ്രഷർ നമുക്കൊരു വാല്യൂ അറ്റ്മോസ്ഫിയർ പ്രഷർ ആണെങ്കിൽ ഫൈനൽ പ്രഷർ വളരെ ഹൈ ആയിട്ടൊരു വാല്യൂലേക്ക് എത്തിക്കണം. അപ്പോൾ ചിലപ്പോൾ സിംഗിൾ സ്റ്റേജ് കൊണ്ട് നമുക്ക് നടക്കില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഡബിൾ സ്റ്റേജ് സിലിണ്ടർ വെച്ചിട്ടാണ് ഈ ഫൈനൽ പ്രഷറിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിവിടെ നോക്കാം. സ്റ്റേജ് 1 അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലുള്ള എയർ സ്റ്റേജ് 1 വരുന്നു, സ്റ്റേജ് 1 കംപ്രസറിലേക്ക് വരുന്നു. അവിടെ കംപ്രഷൻ നടക്കുന്നു. ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും നമുക്കൊരു ഗ്യാസ് ഇവിടെ കിട്ടുന്നു. ഫസ്റ്റ് സ്റ്റേജ് 1 നമുക്ക് കിട്ടുന്നു. ഓക്കെ, അവിടെയും കംപ്രഷൻ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഇവിടെ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറിനായിരിക്കും സ്റ്റേജ് 1 കിട്ടുന്നത്. ആ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറിന് സ്റ്റേജ് 2 നമ്മൾ കംപ്രസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇവിടെ ഇപ്പോൾ ഇൻ്റർ കൂളിംഗ് എന്ന് പറഞ്ഞൊരു കമ്പോണൻ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ആ കമ്പോണൻ്റ് ഇല്ല എന്ന് വിചാരിക്കാം. സോ ഈ കോമ്പോണൻ്റ് ഇല്ലാതെ നമ്മൾ സ്റ്റേജ് 1 നിന്ന് വരുന്ന എയറിനെ, ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ എയറിനെ ആയിരിക്കും അതിനെ വീണ്ടും സ്റ്റേജ് 2 നമ്മൾ കൊടുക്കുകയാണെങ്കിൽ
വീണ്ടും കംപ്രഷൻ നടന്ന് അതിലും ഹൈ ആയിട്ടുള്ള പ്രഷറും ടെമ്പറേച്ചർ ആയിട്ടുള്ള എയറിന് നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് റിക്വയർഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആയിട്ടുള്ള പ്രഷറാണ്, അതൊക്കെയാണ്. പക്ഷേ അതിൻ്റെ ഒപ്പമുള്ള വളരെ ഹൈ ആയിട്ടുള്ള ടെമ്പറേച്ചർ അത്ര നല്ലതല്ല. കാരണം വളരെ ഹൈ ടെമ്പറേച്ചർ വന്നാൽ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അതിനാണ് ഇൻ്റർ കൂളിംഗ് എന്ന് പറഞ്ഞ ഒരു കോമ്പണൻ്റ് ഇവിടെ വെച്ചിട്ടുള്ളത്. സോ അതെന്താ ചെയ്യാന്ന് വെച്ചാൽ, സ്റ്റേജ് 1 കംപ്രഷൻ കഴിഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് പ്രഷർ ആയിരിക്കും നമുക്ക് കിട്ടുക. സ്റ്റേജ് 1 കംപ്രഷൻ കഴിഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് പ്രഷറാണ് കിട്ടുന്നത്. അതിൻ്റെ ഒപ്പം ഒരു ടെമ്പറേച്ചർ വാല്യൂ ഉണ്ടായിരിക്കും. നമ്മൾ ഇൻ്റർ കൂളിംഗ് എന്ന് പറഞ്ഞ കോമ്പണൻ്റ് വഴിക്ക് അത് പാസ് ചെയ്യുമ്പോൾ അവിടെ കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് ഡിസിപ്പേഷൻ പ്രോസസ്സാണ് നടക്കുന്നത്. അതായത് പ്രഷർ വാല്യൂവിന് ചേഞ്ച് വരുന്നില്ല, പക്ഷേ ഹീറ്റ് ഡിസിപ്പേഷൻ, ഹീറ്റ് എയറിൽ നിന്നും പുറത്തേക്ക് ഡിസിപ്പേറ്റ് ആയിട്ട് അവിടുത്തെ ടെമ്പറേച്ചർ വാല്യൂ കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ പ്രഷർ വാല്യൂവിന് ചേഞ്ച് വരില്ല. സ്റ്റേജ് 1 കഴിഞ്ഞതിന് ശേഷം കിട്ടിയ പ്രഷർ വാല്യൂ സെയിം തന്നെ ഈ ഇൻ്റർ കൂളിംഗ് കഴിഞ്ഞ് വന്നാൽ, പക്ഷേ ടെമ്പറേച്ചർ വാല്യൂ കുറഞ്ഞിട്ടുണ്ടാവും. ആ ടെമ്പറേച്ചർ വാല്യൂ കുറഞ്ഞ് നമ്മുടെ ഇനീഷ്യൽ സ്റ്റേജ് 1 മുൻപുള്ള ടെമ്പറേച്ചറിൻ്റെ വാല്യൂ വരെ നമുക്ക് ഐഡിയലായിട്ട് എത്തിക്കാൻ പറ്റും ഇൻ്റർ കൂളിംഗ് വെച്ചിട്ട്. അപ്പോൾ നോക്കുക, അങ്ങനെ കിട്ടിയ ഹൈ പ്രഷർ ഇപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ ഒന്നുകൂടി ലോ ആക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റേജ് 2 കൊടുത്താൽ അവിടെ വീണ്ടും കംപ്രഷൻ നടക്കും. സോ ആ പ്രഷർ വാല്യൂ ഇനിയും റൈസ് ആവും, വളരെ ഹൈ ആയിട്ടുള്ള വാല്യൂ ആവും. പക്ഷേ ടെമ്പറേച്ചർ വാല്യൂ അത്ര വലിയ ഹൈ വാല്യൂ ആവില്ല. നമ്മൾ ഓൾറെഡി ഇൻ്റർ കൂളിംഗ് വെച്ച് ടെമ്പറേച്ചർ കുറച്ച കാരണം ഫൈനലി കിട്ടുന്ന ടെമ്പറേച്ചർ പറഞ്ഞ് വല്ലാണ്ട് ഹൈ ആയിരിക്കില്ല. സോ നമുക്ക് സ്റ്റോറിങ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് അവിടെ വരുന്നില്ല. ഓക്കെ, അത് മാത്രമല്ല ഇൻ്റർ കൂളിംഗ്, ഇവിടെ ഇൻ്റർ കൂളർ വെച്ചാൽ നമുക്ക് വർക്ക് സേവ് ചെയ്യാനും പറ്റും. അതായത് ഇലക്ട്രിക് മോട്ടോർ വെച്ചിട്ടാണ് വർക്ക് കൊടുക്കുന്നത്. അപ്പോൾ വർക്ക് ഡൺ, ഈ കംപ്രഷൻ നടത്താനുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത് കുറയ്ക്കാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലേറ്റർ നോക്കും. ലേറ്റർ ടോപ്പിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡീറ്റെയിൽഡ് വർക്കിംഗ് ഓഫ് എ റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസർ ആണ്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.